ഒരുപക്ഷെ നമ്മൾ പലരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിലെങ്കിലും അനുഭവിച്ചുള്ള ഒരു വേദനയാണ് നമ്മുടെ പങ്കാളി നമുക്ക് അർഹിക്കുന്ന വില തരുന്നില്ല എന്ന കാര്യം. അങ്ങനെ തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾക്ക് എല്ലാം നൽകുന്ന ഒരു വ്യക്തി നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത് വളരെ വേദനയുള്ള ഒരു അനുഭവമാണ്. ഏതൊരു ബന്ധത്തിലും പരസ്പര ബഹുമാനവും അംഗീകാരവുമാണ് പ്രധാനം. എന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറാം, അല്ലെങ്കിൽ പങ്കാളിയുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരാം. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ സ്വയം ഇല്ലാതായി പോകാതെ നമ്മുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. പങ്കാളി നിങ്ങൾക്ക് വില തരുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. ബന്ധത്തിലെ ആശയവിനിമയത്തിന് കുറവ്, നമ്മുടെ ആവശ്യങ്ങളും വികാരങ്ങളും എന്തുമായിക്കോട്ടെ അത് നമ്മുടെ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ അവർക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. പങ്കാളിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ പങ്കാളി, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, അവരുടെ സ്വന്തം ജീവിത സമ്മർദ്ദങ്ങളോ മാനസിക പ്രശ്നങ്ങളോ കാരണം നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരാം. ഇത് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹമില്ലായ്മയായിരിക്കില്ല. നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട്, നിങ്ങളുടെ പങ്കാളിയായിട്ട്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് തുറന്ന് സത്യസന്ധവുമായി സംസാരിക്കുക. ഒരു സംഭാഷണത്തിന് തയ്യാറാവുക. ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവരുടെ പെരുമാറ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. ശാന്തമായി ആരോപണങ്ങളില്ലാതെ സംസാരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ബന്ധത്തിൽ എനിക്കൊരു മൂല്യം വേണം എന്ന് തുറന്നു പറയുക. സ്വയം വില കൽപ്പിക്കുക. മറ്റൊരാൾ നിങ്ങൾക്ക് വില കൽപ്പിക്കും മുൻപ് നിങ്ങൾ സ്വയം വില കൽപ്പിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ശക്തികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. ഏതൊരു ബന്ധത്തിലും ഒരു ആരോഗ്യകരമായ ഒരു ബൗണ്ടറീസ്, അതിരുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പങ്കാളി എന്ത് ചെയ്യരുത്, എങ്ങനെ പെരുമാറരുത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ആ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് മറ്റൊരാളെ മാത്രം ആശ്രയിക്കരുത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ ഹോബികൾക്ക് സമയം കണ്ടെത്തുക. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കുക. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഞാനും നിങ്ങളുമെല്ലാം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പങ്കാളിയുമായിട്ട് നിർത്തി സംസാരിക്കുക. അവരുടെ ചെറിയ മാറ്റങ്ങളെപ്പോലും അഭിനന്ദിക്കുക. ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എല്ലാ ശ്രമങ്ങളും ചെയ്തിട്ടും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് മാറ്റമില്ലെങ്കിൽ ഈ ബന്ധം നിങ്ങൾക്ക് സന്തോഷവും സമാധാനം നൽകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. ഒരു ബന്ധം നിങ്ങൾക്ക് നിരന്തരം വേദന മാത്രം നൽകുന്നുവെങ്കിൽ അതിൽ തുടരണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെയോ തെറാപ്പിസ്റ്റിനെയോ സമീപിക്കാവുന്നത് നല്ലതാണ്. അവർക്ക് നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയെയും ശരിയായ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ വിലപ്പെട്ടവരാണ്. ഒരു ബന്ധം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക, അതിനുവേണ്ടി നിലകൊള്ളുക. ഒരു ബന്ധത്തിൽ നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. നന്ദി.